എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടാണ് 15-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ റേഷൻ ബയോമെട്രിക് മസ്റ്ററിംഗ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായ തകരാറ് കാരണം അതിലൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പുതിയ രീതിയിൽ റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരുമിച്ച് നടത്താനാണ് തീരുമാനം. പക്ഷേ എല്ലാവർക്കും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പത്രക്കുറിപ്പിലെ വിവരങ്ങളുമാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പിൽ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്തെ മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെട്ട റേഷൻ കാർഡുള്ള ആളുകളെല്ലാം ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിന്റെ നയമാണ് എന്ന് പത്രക്കുറിപ്പിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ പ്രക്രിയ റേഷൻ കടയിലുള്ള ഇപോസ് മെഷീനിലൂടെ അംഗങ്ങൾ വിരൽ വെച്ചുകൊണ്ട് മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിന് മാത്രമായിട്ട് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിൽ വരെ കുറവുണ്ടാകും എന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത് എന്നും ഭക്ഷ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് റേഷൻ ഗുണഭോക്താക്കൾക്ക് യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ജനങ്ങളെ പരിഭ്രാന്തി പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവിതരണ വകുപ്പ് അധികാരപ്പെടുത്തിയ ഏജൻസികൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളിൽ മാത്രം വിശ്വസിക്കുക. പിന്നെ മാർച്ച് 15, 16, 17 തീയതികളിൽ മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നു. ഇതിൽ ഒരേ സമയം തന്നെ മസ്റ്ററിംഗും റേഷൻ വിതരണവും നടത്തിയാൽ സെർവറിലുണ്ടാകുന്ന ലോഡ് കുറക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് മാത്രമായിട്ട് ചുരുക്കിയത്. എന്നാൽ സംസ്ഥാന IT മിഷൻ, കേന്ദ്ര സർക്കാർ ഏജൻസികളായ NIC, UIDAI, BSNL ഈ 4 ഏജൻസികൾ കൂടിയുള്ള ഒരു പ്രക്രിയയാണ് ആളുകളെ തിരിച്ചറിയുക എന്നുള്ളത്. ഇത് 12 സെക്കൻഡിനുള്ളിൽ പൂർത്തീകരിക്കണം. ഇതിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാലും ഈ പ്രവർത്തനം മുടങ്ങും. അതാണ് ഇന്നലെ സംഭവിച്ചത്. സംസ്ഥാന IT മിഷന്റെ ഒതന്റിക്കേഷൻ യൂസർ ഏജൻസിയിൽ ഉണ്ടായിട്ടുള്ള തകരാറ് കാരണമാണ് ഇന്നലെ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് മുടങ്ങാനുണ്ടായ കാരണം. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള NICയുടെ ഉടമസ്ഥയിലുള്ള മറ്റൊരു AUA ഒരു ഒതന്റിഫിക്കേഷൻ യൂസർ ഏജൻസി കൂടി ക്രമീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഏജൻസിയിൽ പ്രശ്നം വന്നാൽ മറ്റൊരു ഏജൻസി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ പ്രശ്നങ്ങളില്ലാതെ ഇത് പൂർത്തീകരിക്കാൻ കഴിയും. ഇന്നലെ മസ്റ്ററിംഗ് 1,82,116 പേർക്കാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. 17, 18 തീയതികളിൽ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉള്ളത്. ഇതേ സമയം ഈ ആളുകൾക്ക് റേഷൻ വാങ്ങാനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന പിങ്ക് റേഷൻ കാർഡുള്ളവരെ കൂടി റേഷൻ കടക്കാർ പരിഗണിക്കണം എന്നും ഇന്നലെ ഭക്ഷ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് ആരുടെയും റേഷൻ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നും എല്ലാവർക്കും അർഹമായ സമയം നൽകുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പുറത്ത് ജോലിക്ക് പോയവർക്കും പഠിക്കാൻ പോയിട്ടുള്ള ആളുകൾക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നൽകുമെന്നും ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ പറയുന്നു. ഈ മാർച്ച് 31 മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ റേഷൻ മുടങ്ങിപ്പോകും എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. കിടപ്പ് രോഗികൾക്ക് പൊതുവിതരണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള സൗകര്യം ഒരുക്കും. മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഞായറാഴ്ച യോഗം ചേർന്ന് അടുത്ത തീരുമാനം പിന്നീട് അറിയിക്കും എന്നുമാണ് മുഖ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പുറത്തു പോയിട്ടുള്ള ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അർഹമായിട്ടുള്ള സമയം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ 31-ാം തീയതിക്കുള്ളിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സംസ്ഥാന റേഷൻ വിഹിതം കുറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സംസ്ഥാന ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിന്റെ ഒരു ഉറപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആരുടെയും റേഷൻ ഇത് കാരണം മുടങ്ങില്ല എന്നുള്ളത്. പഠന ആവശ്യത്തിനും ജോലി ആവശ്യത്തിനും പുറത്തു പോയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള സമയം നൽകും എന്നും ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വിരലടയാളം പതിയാത്ത കുട്ടികൾക്കും മറ്റുള്ള ആളുകൾക്കും ആധാർ പുതുക്കിയതിന് ശേഷം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം കൂടി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും നാളെയും, അതായത് 16-ാം തീയതി ശനിയാഴ്ചയും
17-ാം തീയതി ഞായറാഴ്ചയും റേഷൻ കടയിലൂടെ തന്നെയാണ് മസ്റ്ററിംഗ് നടക്കുക. അത് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് മാത്രമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്ക് മാത്രം ഈ റേഷൻ വിഹിതങ്ങളുടെ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. അതേസമയം ദൂര സ്ഥലങ്ങളിലുള്ള പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗകര്യപ്രദമായ ഈ ദിവസങ്ങളിൽ മാത്രമേ അവർക്ക് വരാൻ കഴിയൂ. മറ്റുള്ള ദിവസങ്ങളിൽ അസൗകര്യമാണെങ്കിൽ അവർക്കും വന്ന് മസ്റ്ററിംഗ് ചെയ്യാം, റേഷൻ വാങ്ങാനും കഴിയുന്നതാണ്. ഇതാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇന്നലെയുള്ള, അതായത് 15/3/2024 വൈകുന്നേരത്തെ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ. ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. സംസ്ഥാന IT മിഷൻ, NIC ഉദ്യോഗസ്ഥർ, UIDAI ഉദ്യോഗസ്ഥർ, BSNL ഉദ്യോഗസ്ഥർ എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി എന്നും ഭക്ഷ്യമന്ത്രിയുടെ ഈ പത്രക്കുറിപ്പിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇനി പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മസ്റ്ററിംഗ് എന്ന് തുടങ്ങും എന്ന് ഞായറാഴ്ച വൈകുന്നേരം ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കും. അപ്പോൾ അറിയിക്കാം എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇപ്പം ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പൊതുവിതരണ വകുപ്പ് വാർത്താ ഏജൻസികൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർത്തകൾ, അത് പൊതുവിതരണ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ കൃത്യമായിട്ട് തന്നെ വകുപ്പിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഭക്ഷ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ്, പൊതുവിതരണ വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജ്, സർക്കാരിന്റെ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള PRD ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിലൂടെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വാട്സപ്പിലൂടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.